തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടുകൂടി നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ബിജുക്കുട്ടൻ ചേട്ടാ, ഷാജോൻ ചേട്ടാ, നസീർക്ക. സ്വാഗതം. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. കുറച്ചായി കണ്ടിട്ടല്ലേ? ചിരിക്കാനായിട്ട് ഞങ്ങളെ മിസ് ചെയ്തോ? പിന്നെ ആണോ? അല്ല, നമ്മള് ടിവിയിലും കാണാറുണ്ട് എപ്പോഴും. അപ്പൊ ഉഷാറായിട്ട് ചിരിക്കാൻ റെഡിയല്ലേ? പിന്നെ ആദ്യത്തെ സ്കിറ്റ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ടീം MSD വിളിച്ചാലോ? വിളിക്കട്ടെ. മനു കുമാരി, സൈചേട്ടൻ, അദീപ്. അപ്പൊ പ്രസവാനന്തര ശുശ്രൂഷക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. സംഭവം എല്ലാം അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. ആണല്ലോ. ഒന്നും പഠിക്കണ്ട. എന്നാ ഇതും കൂടെ എടുത്ത് അതിനകത്ത് കൊച്ചിനെ എടുത്തോട്ടെ, ഞാൻ തലിക്കും തരും കേട്ടാ. ഇത് കൊച്ചല്ല. ഇന്നലെ എനിക്ക് കുറെ പച്ചമരുന്ന് വേണമെന്ന് പറഞ്ഞ് എഴുതി തന്നില്ലായിരുന്നു. അതെല്ലാം കൂടെ ഞാൻ പൊതിഞ്ഞോട്ട് വന്നില്ലേ? അതാണ്ട് നോക്കി കൊച്ചിനെ കൊണ്ടിട്ട് വന്നു. ആണ്ട കൊഞ്ഞാണം കുത്തി കഴിഞ്ഞാൽ അഴിച്ച് മൂക്കാമണ്ട ഞാൻ പൊളിക്കും. ഞാൻ കൊഞ്ഞണം കുത്തി അല്ല, ഞാൻ ഇതുപോലെ ഒരു മരുന്ന് ഉണ്ടാക്കിയായിരുന്നു. അത് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാൻ എടുത്ത് കുടിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവം വരും. അങ്ങനെ പിന്നെ ഒന്നും വരൂ. എന്താണ് അത് കേട്ടില്ല. നിനക്കിത് എന്തിന്റെ ക്രമീകടിയാണ്? അത് യൂട്യൂബിനകത്ത് ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചു ഉടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, തെറാപ്പി. അപ്പൊ അതൊക്കെ അറിയാല്ലേ? അറിഞ്ഞൂടാ. പിന്നെ പഠിക്കാൻ വേണ്ടിട്ട് പരീക്ഷണം. നിനക്ക് പരീക്ഷണം നടത്താനായിട്ട് ഞാൻ പന്നിയലിയല്ല. ആ കാര്യം നീ ഓർത്തോണം. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. താണ്ട് അടുപ്പിൽ നിന്ന് തീയെല്ലാം കൂടെ കയറി ഇങ്ങോട്ട് പിടിക്കും. കാര്യം ഞാൻ പറഞ്ഞു. എന്നാണ്ട് കൊച്ചാക്കല്ലേ, ഇവിടെ ആര് പ്രസവിച്ച് കഴിഞ്ഞാലും ഉണ്ടല്ലോ, അവിടുത്തെ ഈ പ്രസവ ശുശ്രൂഷ സാധനങ്ങളെല്ലാം ചെയ്യുന്ന ഞാൻ ഒരുത്തനെ അറിയാവൂ. ആണല്ലേ? അതുകൊണ്ട് എന്നെ കുറ്റം പറയല്. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇതിലിട്ട് കടക്കുകയുള്ളൂ. പിന്നെ അത് ചെയ്യ. എന്റെ ദൈവമേ, അന്നന്ന പാത്തിയേ അന്നന്ന പാത്തിയേ അന്നന്ന പാത്തിയേ അന്നന്ന പാത്തിയേ അന്നന്ന പാത്തിയേ അന്നന്ന പാത്തിയേ തൂ. ഈ പാട്ട് പാടാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ഇതൊരു മന്ത്രമാണ്. ഇത് നിന്റെ തന്ത്രമാണ്, ഒന്നും ചെയ്യാതിരിക്കാനായിട്ടുള്ളത്. ഞാൻ റെഡിയാക്കി തന്നോളാം, നിങ്ങൾ എന്നെ അറപ്പിക്കല്ലേ. മര്യാദക്ക് അങ്ങോട്ട് പോയി ഇളക്ക്. ഞാൻ ചെയ്തോളാം. അങ്ങോട്ട്. ഞാൻ ഇവിടെ കുറെ നാളുകൊണ്ട് ചെയ്യണല്ലേ. നിങ്ങൾക്കറിയാമോ, 22 വർഷം ഞാൻ എന്റെ പൊന്നു പോലെ നോക്കി എന്റെ മോള്. അവള് വേറെത്തിനെ കണ്ടപ്പോഴത്തേക്കും ഈ അപ്പനെ വിട്ടിട്ട് അവന്റെ കൂടെ അങ്ങ് പോയി. സത്യം, പല്ല് വരെ ചലച്ചു. പല്ല് ചലച്ചല്ല, ഞാൻ ചലച്ചാണ്. നിനക്കെന്തിനാ ഇതിന്റെ ഇടയ്ക്ക് ചലക്കട്ടല്ലേ? ഇനി വന്നായിരുന്നു, അതുകൊണ്ടാ. തനിക്കറിയാമോ, എന്റെ വൈദേഹി. വൈദേഹിയല്ല, ഞാൻ വൈദ്യരാണ്. വൈദ്യരെന്നല്ല വിളിച്ച, എന്റെ വൈദേഹി, എന്റെ മോള്. വൈദേഹി മോള്. എന്റെ വൈദേഹി മോള് എന്നെ വിട്ടിട്ട് അങ്ങ് പോയി. വൈദേഹി പോകയായി, വനമാസകാലമായി. കുഞ്ഞുനാള് മുതലേ എനിക്ക് ഈ പാട്ടിന്റെ അസ്കിതയുള്ളതാ. പക്ഷെ ഇതുവരെ ഒരു വേദിയിലും പാടാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല. പാടാത്ത നന്നായി. പാടിയിരുന്നെങ്കിൽ അന്നേ നിങ്ങൾ അസ്കിത അവിടെ നിന്നേനെ. നിങ്ങൾ കാര്യം പറയാതെ ആ സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനായിട്ടൊക്കെ നോക്കും. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്തുവാ? നിങ്ങളെ ഭാര്യ മരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ അല്ല, ഈ ചോറും കറിയും ഇപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു? അത് ഞാൻ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. ഭാര്യ എങ്ങനെ മരിച്ചത്? അവള് മിറ്റത്തോട്ട് ഈ തുണി വിരിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഈ സമയത്ത് എവിടുന്നോ ഒരു പോത്ത് വന്ന് അവളെ കുത്തിയിട്ടിട്ടങ്ങ് പോയി. നിങ്ങൾ ആ സമയത്ത് എന്തിരുന്നു? ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുവായിരുന്നു. നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് വന്ന ബോത്തായിരുന്നത്. ആ പാവ ആ ചേച്ചിനെ കുത്തി മറിച്ചിട്ട് പോയി. നിങ്ങളൊരു കൊലപാതകിയാണ്. നിങ്ങൾ എന്തിനാ ദ്രോഹം ചെയ്തത്? ആന്റെ ഒച്ച ഉണ്ടാക്കരുത്. ഇതൊരു പ്രസവിച്ച വീടാണ്. വീടല്ലല്ലേ പ്രസവിച്ചത്, നിങ്ങളെ മോളല്ലേ പ്രസവിച്ചത്. അതെ, നിങ്ങളുടെ മരുമോൻ എന്തൊരു പരിപാടി? മരുമോന്റെ കാര്യം ദൈവത്തെ ഓർത്ത് മിണ്ടരുത്. അവൻ മരുമോനല്ല, മരുമുതുക്ക്. എന്റെ മോക്ക് 22 വയസ്സ്, അവന് 44 വയസ്സുണ്ട്. പിന്നല്ലാതെ അവൻ ഈ ഇന്ത്യയിലെ 75% ജനങ്ങളോട് ശത്രുതയാണ്. അവരെല്ലാം പണിക്ക് പോകും, പണിക്ക് പോകത്തില്ലെന്ന്. ഒരു പണിക്കും പോകാതിരിക്കുന്ന ഒരു വൃത്തികെട്ട ചെറുക്കൻ. അവന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, ലിക്കർ കാട്ടി വെടക്കായി വടക്കും തെക്കും നോക്കി നടക്കും അവൻ. മ്യൂസിക് ഇട്ട് ഫില്ല് ചെയ്ത് പോയതാ. അവന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞാലേ കള്ളച്ചോറ്. കള്ളച്ചോറ്? അയ്യോ, അഴുക്ക ചെറുക്കൻ കള്ളച്ചോറ് പണിക്കുമ്പോ നടക്കണേ. അല്ലേ, എന്താ പറയാനേ.
അതിനകത്തന്നെ ഒരു ഹും. അല്ല വെറുതെ നിങ്ങൾ ഒരെണ്ണം ഇട്ടപ്പോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോയി. നീ എന്റെ ഭൂമി പിടിച്ചോണ്ടിരിക്കാ, നിങ്ങൾ കാര്യങ്ങൾ ബാക്കി പറയാൻ നോക്ക്. ഓ ഈ കള്ളക്കളവ് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു? എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു? നീ വെറും ഒരു കള്ളച്ചോറാണെന്നാണ് അയാൾ പറഞ്ഞത്. ഞാനാ? ഓ എന്നെ എന്തോ പറഞ്ഞോ? എന്റെ പ്രൊഫഷൻ എന്തെങ്കിലും പറഞ്ഞ? എന്റെ സ്വഭാവം പറഞ്ഞ? സീരിയസ് ആയിട്ട് പറയാണ്. അതും പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കണടാ നീ. പിന്നല്ലാതെ കൊള്ളാടാ കൊള്ളാം നീ കേട്ടാ. എന്താണാവോ വന്നതിന്റെ ഉദ്ദേശം? എന്റെ കൊച്ചിനെ ഒന്ന് കാണണം, ഈ JCB ഒന്ന് കൊടുക്കണം. 16 ദിവസം പ്രായമായ കൊച്ചിന് JCB. ഉച്ചക്ക് ചോറിന് കഴിച്ചിട്ട് അവൻ നേരെ മുറ്റത്തോട്ട് ഇറക്കിയിട്ട് നേരെ അപ്പുറത്ത് പോയി ഇന്ന് കയ്യാലെ മാത്തിക്കൊണ്ടിരിക്കും. എന്തോ പറയാനാണെന്ന് തോന്നണം. കൊച്ചു കൊച്ചിനാടാ JCB അടിച്ചു കൊടുക്കുക. വല്ല തോക്കും വല്ല വാങ്ങിച്ചു കൊറ. എന്നിട്ടാണ് ഈ കള്ളക്കളവ് ആളുകൾ തന്നെ വെടിവെച്ച് കൊല്ലാൻ. ഒരു കാര്യം ചോദിക്കുക, കുഞ്ഞായല്ലോ, കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ? 16 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഷേവ് ചെയ്യാൻ എനിക്ക് നാണമുണ്ട്. അത് കൊള്ളല്ലേ? അത് എവിടെ ഷേവ് ചെയ്യണത്? കുഞ്ഞ് കരയുന്നു. ഹലോ അപ്പൂപ്പൻ. അച്ഛൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. എന്റെ കൊച്ചുമോനെ എനിക്കറിയാൻ നോക്കാനായിട്ട്. നാണം കെട്ട് ചുമ്മാ ഇങ്ങനെ പറയാൻ ഇടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയണെന്നും വിശ്വസിക്കരുത് കേട്ടാ. ഇങ്ങനെ ഇങ്ങനെ തന്നെ ഭയങ്കര അസൂയാണ്, കുച്ചുമ്പാണ്. എടാ നിന്നെ കുറിച്ച് വല്ല ജോലിക്കാ കൂലിക്കാറങ്ങി ഇപ്പൊ കൂടാടാ. ആര് പറഞ്ഞു ജോലിക്ക് പോലെന്ന്? അങ്ങനെ പറഞ്ഞല്ല. കോച്ച കോച്ചാണെങ്കിൽ നാളെ തൈല് ഇരിപ്പുണ്ട്, എടുത്ത് വെച്ച് പിടി ഇങ്ങോട്ട്. അതല്ലാന്ന്, ഞാൻ നീന്തൽ പഠിപ്പിക്കുന്ന കോച്ചാണ്. നീന്തൽ പഠിപ്പിക്കുന്നു? ഇവിടത്തെ കൊച്ചിനെ ഞാനല്ലേ നീന്തൽ പഠിപ്പിച്ചു. നീ നീന്തൽ പഠിപ്പിക്കുകയും ചെയ്ത് മുങ്ങി കൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് നിന്നെ ഈ വീട്ടിൽ കയറ്റാത്ത. ഇതൊരു ഭയങ്കര പ്രൊഫഷനാണ്. എന്റെ അപ്പനെ നീന്തൽ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ അപ്പൂപ്പന് നീന്തൽ ഇഷ്ടമാണെങ്കിൽ നീ വാങ്ങിച്ചു കൊറ. നീന്തലല്ല, നീന്തൽ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയല്ലേ എന്റെ ഗുരു. കുത്തു ഒഴുക്കുണ്ടല്ലോ, മലവെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അതിൽ ഒലിച്ചു വരുന്ന തടി എന്റെ അപ്പൻ ചാടി പിടിക്കും. അങ്ങനെ ഒരു ദിവസം മലവെള്ളം ഇങ്ങനെ കുത്തൊലിച്ചു വന്നപ്പോ ഒരു തടി വന്ന് അപ്പൻ ചാടി പിടിച്ച് തടി അപ്പനെ കൊണ്ടങ്ങ് പോയി. പിടിച്ചോണ്ട് കറങ്ങി വന്ന എവിടെ കറങ്ങിക്കൊണ്ടിരുന്നത്? തടി അല്ലായിരുന്നു അത്, അതൊരു മുതലായിരുന്നു. അപ്പനെ കൊണ്ടങ്ങ് പോയി. അതിനുശേഷം ഞങ്ങളെ വീട്ടിൽ മലക്കറി വാങ്ങിക്കുമ്പോ പാവയ്ക്ക വാങ്ങിക്കൂല. പാവയ്ക്ക കാണുമ്പോ അപ്പനെ മുതലേ ഓർമ്മ വരും. വൈദ്യരെ, ഇന്നലെ ഉണ്ടാക്കി തന്ന ലേഹ്യമില്ലേ, അത് ഇന്ന് ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റൂ? അത് തീർന്നു. അതാരെടുത്ത് കുടിച്ചു? അതാരെടുത്ത് കുടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒരാവശ്യവും ഇല്ലാതെ വലിഞ്ഞു കയറി വന്നിരിക്കുന്ന ഒരുത്തരുണ്ടല്ലോ. ബ്രെഡിനകത്ത് ജാമാണെന്ന് പറഞ്ഞുകൊണ്ട് തേച്ചാ ലേഹ്യം അങ്ങ് തിന്ന്. നിനക്ക് ഇത്ര കൊതിയാടാ? ജാമല്ലേ അത്? ജാമൊന്നും അല്ലടാ, അത് പെങ്കൊച്ചിന് കൊടുക്കാൻ വേണ്ടിട്ടുള്ള സാധനം വരുന്നത്. എന്റെ മോളെ കെട്ടിയ ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പോഴും ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. എന്റെ അടുത്ത് പറയണതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്ത? കൈകൊണ്ട് സംസാരിക്കാൻ നോക്കി സംസാരിക്കാം. എന്റെ കൈ വെറുതെ ഇരിക്കത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. കൈകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൈകൊണ്ട് സംസാരിച്ച പിന്നെ എന്റെ കൈ പിന്നെ വെറുതെ എന്റെ കൈ വെറുതെ ഇരിക്കുവോ? ഹലോ ഹലോ, അത് സംഭവം നോക്കാൻ വേണ്ടി ടേസ്റ്റ് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചൂട്. ഒരു കാര്യം ഞാൻ പറയുവാണ്, 22 വർഷം ഞാൻ എന്റെ കൈവെള്ളയിലിട്ട് വളർത്തിയ മോളെയാണ് നീ അടിച്ചു. എന്തിനടിച്ചു? എന്തിനടിച്ചെന്ന്? കൈ കൊണ്ട് അതിനടിച്ചെന്തിന്? എന്ത് വെറുതെ കിടന്ന അടി. നിർത്ത്. എത്രയെന്ന് പറഞ്ഞോണ്ടാ ഞാൻ സഹിക്കുന്നത്? എത്രയെന്ന് പറഞ്ഞു സഹിക്കണം? ഒന്നല്ലെങ്കിൽ നിങ്ങളെ മരുമോനല്ലേ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എങ്ങനെയാലും ഒത്തുതീർപ്പിലെത്താൻ നോക്ക്. ആ കൊച്ചിന്റെ കാര്യം നിങ്ങൾ തീരുമാനം കണ്ട. ഒരു കാര്യം ഞാൻ പറയുവാണ്, എന്റെ കൊച്ചുമോന് ഞാൻ നല്ല ഒന്നാം തരം ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ആ പേര് ഞാനിടും. അതങ്ങ് പള്ളിച്ചാന്ന് പറഞ്ഞാൽ മതി. എന്തോ കൊച്ചെന്റെതാ, അച്ഛൻ പേരിടും, അപ്പൂപ്പൻ പേരിടും, ഞാൻ പേരിടും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ പേര് തരാണ്. മോൻ എന്താ പേരാണ് നോക്കണത്? സൗജന്യൻ. അത് നിനക്ക് ചേർന്ന പേരാടാ. കാരണം എന്റെ കുടുംബത്തിൽ സൗജന്യമായിട്ട് വന്ന് കയറി ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായി കൊണ്ടുപോകാൻ പോകുന്ന നീയാൻ. അതെന്റെ കൊച്ചുമോന് പറ്റിയ പേരല്ല, നിനക്ക് പറ്റിയ പേരാണ്. അങ്ങനെ എന്ത് പേര് കണ്ടുപിടിച്ചു? ചോദിച്ചു. നിങ്ങൾ എന്ത് പേരുണ്ടോ? ചോദിക്കും. താവ ഗാംഗുലി. സൗരവ് ഗാംഗുലി അല്ലേ? അത് ക്രിക്കറ്റ് കളിക്കാരൻ. പിന്നെ ഇത് താവ ഗാംഗുലി. താവ ഗാംഗുലി ഇതൊക്കെ നമ്മൾ എങ്ങനെയുണ്ട് കൊച്ചിന് പേരിടണം? പിന്നല്ലാതെ താവ ഗാംഗുലി എന്നിട്ട് എന്താ കുഴപ്പം? പറ്റത്തില്ല എന്റെ കൊച്ചിന്, അത് എനിക്ക് അറിയത്തില്ല. താവ ഗാംഗുലി എന്നുള്ള പേര് മതി. എന്റെ സൗജന്യം വേണ്ടല്ലോ, അപ്പൊ പിന്നെ താവ ഗാംഗുലിയും വേണ്ട. താവ ഗാംഗുലി മതി എന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞു എങ്ങനെ വിളിക്കാൻ പറ്റും? താവ ഗാംഗുലി. താവ ഗാംഗുലി അപ്പൊ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലേ? താവ ഗാംഗുലിയാലയം ദേവരാഗമായി മാനസം. കേട്ടിട്ടില്ലേ പാട്ട്? താവ ഗാംഗുലി ഉണ്ടെങ്കിൽ എനിക്ക് കൊച്ചിനെ വെച്ച് പാട്ടുണ്ടാക്കാൻ എളുപ്പമാണ്. പിടിച്ചാണോ? എന്തിനാ? വായിലോട്ട് കുത്തി കയറ്റ്. അയ്യോ പൊള്ളത്തില്ലേ? നിനക്ക് പൊള്ളണം. ഇത്ര നേരം നമുക്കെങ്കിൽ വാ പൊളിഞ്ഞ് ഇവിടെ ഇരിക്കാനില്ലടാ. നല്ല ഉഷാറൊരു ഗൈഡ് വരട്ടെ. നല്ല പ്രോഗ്രാമിന്റെ സമയമാണ് ഇപ്പൊ അല്ലേ? അല്ലേ? അത് സ്കിറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. കാര്യം നിങ്ങൾക്ക് നല്ലോണം റിഹേഴ്സൽ എടുക്കാനും പുതിയൊരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് മനസ്സിലായി. സംഭവം നല്ലതായിരുന്നു. പ്രസവ വീട്ടിൽ വന്ന് കഷായങ്ങളും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരാൾ. കണ്ടന്റിൻ്റെ ത്രെഡ് നല്ലതാണ്, പക്ഷെ നല്ലോണം അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. സമയക്കുറവ്.
സമയക്കുറവ് വരുമ്പോൾ നമ്മുടെ കണ്ടന്റിന് ബലമില്ലാതെ പോകും. അപ്പോൾ അതിനൊരു ചേർച്ചക്കുറവ് വരും. കൗണ്ടറുകളൊക്കെ പുതിയ തപ്പിയെടുത്ത് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഉള്ളൊരു സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ചിരിപ്പിക്കാനുള്ളതുമായിട്ട് വരിക. അടുത്ത പ്രാവശ്യം നല്ലൊരു സ്കിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജോൻ ചേട്ടാ. ദീപു, സജി, മനു, ഒരു ബലമില്ലായിരുന്നു സ്കിറ്റിന്. ബലം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് തന്നെ നമുക്ക് ഒന്നും തോന്നുന്നില്ല, നമുക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന സ്കിറ്റിന്റെ ഒക്കെ ഒരു എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉണ്ടാവും, ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു സംഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു ഇൻറ്റിമസിയോ ഒരു കണക്ഷനോ ഒന്നും തോന്നിയില്ല. പിന്നെ ദീപുവിന്റെ ആ ഒരു അത് ദീപുവിന് ഒരുപാട് ചിരിപ്പിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അതിൻ്റെ തന്നെ വേറൊരു സാധനം ദീപു വേറെ സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടത്. പക്ഷെ അത് ഇന്നത്തെ ഈ സ്കിറ്റിനകത്താണെങ്കിലും ദീപുവിനത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യായിരുന്നു. പക്ഷെ അത് ആദ്യം 2-3 തവണ ചിരിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അതങ്ങ് വിട്ടുകളഞ്ഞു ദീപു. ആ കാര്യമേ മറന്നുപോയി ആ ക്യാരക്ടർ. അത് കഴിഞ്ഞ് പിന്നെ സജി വന്നിട്ടാണേലും ഒരു എക്സ്ട്രാ ഓർഡിനറി. ഇപ്പം ആദ്യം ദീപു നിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് മനു വരുന്നു, അത് കഴിഞ്ഞ് പിന്നെ സജിയുടെ വരവിലായി നമ്മുടെ പ്രതീക്ഷ. സജി വന്നിട്ട് സജിയുടെ ക്യാരക്ടർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അതും ഇല്ലാതായിപ്പോയി. പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനും പ്രാക്ടീസ് കുറവിൻ്റെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളിത് ഇത്രയും പറയാൻ കാരണം നിങ്ങൾ 3 പേരും വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. കാര്യം നിങ്ങൾ അങ്ങനെയാണ് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പം ചിരി പൊട്ടിച്ചിരി തരും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി. താങ്ക് യു ഷാജോൻ ചേട്ടാ. ബിജുക്കുട്ടൻ ചേട്ടാ. ഈ പറഞ്ഞതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. കാരണം നിങ്ങൾ ഒരു വലിയ ടീം എന്ന് ഉദ്ദേശിക്കുന്നതിലും അതിലും ഉപരിയായിട്ട് നിങ്ങൾ ഏതെങ്കിലും വേറൊരു ടീമിൽ ഓരോരുത്തർ ചെന്നാൽ ആ ടീമിനെ പൊക്കിയെടുക്കാൻ പറ്റിയ ഓരോരുത്തരാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ 3 പേരും കൂടി യോജിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഇതല്ലല്ലോ, ഇതിൻ്റെ അപ്പുറം കാണൂലേ. നമ്മളൊക്കെ ഇവിടെ നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കാതെ ശ്വാസം വലിക്കാൻ സമയമില്ലാതെ നിങ്ങൾ ചിരിപ്പിച്ചിട്ടുള്ള. അപ്പം അടുത്തേല് ഇതൊന്നും പറയാൻ നമ്മളെ കൊണ്ട് വരുത്തരുത്. അടുത്ത പരിപാടി പൊളിക്കണം നമുക്ക് കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ദീപു ചേട്ടന്റെ ഫാമിലി അവരെയൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വിളിക്കാം. എല്ലാരും ഒന്ന് പരിചയപ്പെടാം, വിശേഷങ്ങൾ ചോദിക്കാം, എന്നിട്ട് നമുക്ക് മാർക്സിലേക്ക് പോകാം. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ ദീപു ചേട്ടന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും, എല്ലാ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ട്, അവരെ എല്ലാം ഒരുപാട് സ്നേഹത്തോടെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നാട്ടെ. ഇതാണ് ദീപുചേട്ടന്റെ ചെറിയ ഫാമിലി. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരുപാട് സന്തോഷം എല്ലാരെയും കണ്ടതിൽ. ദീപു ഒന്ന് പരിചയപ്പെടുത്തോ. വൈഫ്. ഓക്കെ, രഞ്ജിനി. നമസ്കാരം രഞ്ജിനി, സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, മക്കളുടെ പേരെന്തൊക്കെയാണ്? മോളെ പേര് ദക്ഷിണ, വീട്ടില് പഞ്ചമി എന്ന് വിളിക്കും. പഞ്ചമി. ഇത് മോൻ ദേവാനന്ദ്. ഇത് ചേച്ചിയുടെ മോൻ. 2 ചേച്ചിയുടെ മോനാണ്, മക്കളാണ്. അതുപോലെ അച്ഛൻ. അച്ഛാ നമസ്കാരം. അച്ഛാ നമസ്കാരം. എന്താ അച്ഛന്റെ പേരെന്താ? എന്റെ ഒരു വാമൻ. വാമൻ എന്താ ചെയ്യുന്നേ? ജോലി കുറവാണല്ലേ? ആദ്യം അണ്ടി ഓഫീസിലായിരുന്നു. രണ്ടുപേരും അണ്ടി ഓഫീസിലായിരുന്നു. ഓക്കെ ഓക്കെ. എന്റെ ഭാര്യ. ഓ ശരി ശരി. ഇപ്പം ആ കൂലിപ്പണിക്കൊക്കെ പോകുന്നു, പണിയും കാര്യങ്ങളൊക്കെ. അമ്മ ഇനി അമ്മക്ക് അച്ഛനൊക്കെ റെസ്റ്റ് എടുക്കാല്ല, നീ സെലിബ്രേറ്റ് അല്ല. ഞാൻ പറഞ്ഞു വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ എവിടെങ്കിലും ഞാൻ പോയി സെറ്റ് ആയിക്കൊണ്ട് വരാം, നിങ്ങൾ ഇരുന്നാൽ മതി, ഒന്നും പോണ്ടാന്ന്. പക്ഷെ അവരിരിക്കൂല. അവര് പറഞ്ഞു നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ അവർക്ക് പറഞ്ഞു വെറുതെ ഇരുന്ന അവർക്ക് എന്തെങ്കിലും അസുഖം വരുമെന്ന് പറയമ്മ. അമ്മ പേര് പറഞ്ഞമ്മ. എന്റെ പേര് ശാന്ത. ശാന്ത തൊഴിലുറപ്പിന് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും കാലം പിന്നെ പറഞ്ഞ് ജോലിക്ക് പോകണ്ട അമ്മ, ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് കൊച്ചുങ്ങളെയൊക്കെ നോക്കി ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല മക്കളെ, ഞാൻ കുറച്ചാളും കൂടെ ഇറങ്ങി പോയിട്ട് പിന്നെ നമുക്ക് ഇരിക്കാം. പിന്നല്ല, എത്ര പറ്റുന്ന അത്രയും പൊക്കോണമ്മ. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ കൂട്ടുകാരികളും നമ്മുടെ അല്ല അയൽവക്കംകാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് അതൊക്കെ അല്ലേ ഒരു രസം. കൂലി മാത്രമല്ല, മനസ്സിന്റെ ഒരു സന്തോഷം കൂടിയാണ്. ദീപു എങ്ങനെയാണ് കുട്ടിക്കാലം മുതലേ തമാശകളൊക്കെ പറയുമോ അമ്മ? എപ്പോഴും കുട്ടിക്കാലം തൊട്ട് തമാശയൊക്കെ പറയും. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്ന് മേലോട്ട് വന്നത്. ഇപ്പൊ അവനെ കൊണ്ട് എനിക്കൊരു ദുഃഖവും ഇല്ല. അമ്മ അച്ഛനും ഒന്നിനും പോകണ്ട, നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു മക്കളെ, നിനക്ക് കുറച്ച് ഇപ്പോഴൊന്നും ആയില്ല, മോനെ ഒരു 5 സെന്റ് മണ്ണൊക്കെ വാങ്ങിച്ച് ഒരു വീടൊക്കെ വെച്ച് സന്തോഷമായിട്ട് ജീവിക്കണ കണ്ട് എനിക്കും അച്ഛനും മരിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതൊക്കെ ഏറെക്കുറെ ഞാൻ ഒപ്പിച്ചു. പിന്നെ 5 സെന്റ് പെരയുടെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലൊരു കൊച്ചു വീട് വെക്കണം. വീട് വെച്ച് മരുമോളെയും കൊച്ചുങ്ങളെയും കൂടെ അങ്ങോട്ട് താമസിപ്പിക്കണം. അത് കാണാൻ വലിയ ആഗ്രഹം ഉണ്ട്. അതൊക്കെ ഉടനെ നടക്കുമ്മ, ധൈര്യമായിട്ടിരുന്നോ. അല്ല ജീവ? പിന്നെ അല്ല, എല്ലാം ഈ ചെറിയ സമയം കൊണ്ട് നടക്കും. നോക്കി പെങ്ങളുടെ പേര് പറ. ദീപ. ദീപ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നു. ഓക്കെ ഓക്കെ. ദീപ.
മരുമോള അമ്മ. അമ്മ എന്റെ പേര് രമ. രമ, നിങ്ങൾ എവിടെയാണ് സ്ഥലം? ഞങ്ങള് ഓയൂര് കരിങ്ങന്നൂരെന്ന് പറയും. ഓയൂരാണ് അല്ലേ? പുറത്ത് നിൽക്കുന്നത് അത് എന്റെ അനിയൻ. അവനാണ് എനിക്ക് കൂടെ പരിപാടിക്കൊക്കെ പോകുമ്പോഴേ വണ്ടി ഓടിക്കാനും ഒക്കെ എന്റെ കൂടെ വരണത്. എന്റെ കൂടെ കാണും, എന്തെങ്കിലും എന്റെ കൂടെ കാണും. അനിയൻ എന്താണ് വിളിച്ചപ്പോ അങ്ങോട്ട് പോകാൻ ചെറിയൊരു മടി? ഞങ്ങളുടെ കമന്റ്സ് കേട്ടിട്ടാണോ? അല്ല, എന്റെ അടുത്ത് ആദ്യം വന്നോ പറഞ്ഞു വണ്ടി വന്നിട്ട് ഞാൻ പറഞ്ഞോണ. എന്താ ചേട്ടന്റെ പേരെന്താ? ചേർത്ത് ശരത്ത്. പിന്നെ ദീപചേട്ടനോട് ഫുൾ ടൈം ഉണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? അതെ, പാർലറുണ്ട്. പാർലറുണ്ട്. ആ, നൈസ്, അടിപൊളി. അല്ലെ, ദീപുവിന്റെ കല്യാണം എങ്ങനെയായിരുന്നു? ലവ് മാരേജ് ആയിരുന്നോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് ആയിരുന്നു? ലവ് മാരേജ് ആയിരുന്നു. ഞാൻ പാലക്കൂർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവള് പിന്നെ അവിടെ +1 വന്നായിരുന്നു. അപ്പൊ നമ്മള് +2 ആകുമ്പോ കളക്ഷൻ എടുക്കാൻ പോകുമല്ലോ. മറുപടി. അങ്ങനെ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പോഴും ആ സമയത്ത് എനിക്ക് പഠിത്തമായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എന്നെ കുറച്ച് കാത്തിരിക്കണം, ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അകപ്പാടെ ഉള്ളത് ഈ പരിപാടി മാത്രമേ അറിയത്തുള്ളൂ, പിന്നെ അത്യാവശ്യം ചെറിയ പണികളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളും പറഞ്ഞു ഓക്കെ നിന്നോളാം എന്ന് പറഞ്ഞു. പിന്നെ അവൾ പഠിക്കാനൊക്കെ പോയി, ഡിഗ്രി കുറച്ച് അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പണിക്കൊക്കെ പോയി അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ പോയി ചോദിച്ച് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇഷ്ടമാണ്, കെട്ടിച്ച് തരണമെന്ന് പറഞ്ഞ്. പിന്നെ അവർ അമ്മ ഒക്കെ കെട്ടിച്ച് തന്നു. കുഴപ്പമില്ലാതെ ഇപ്പോൾ പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അല്ല, മക്കളാരോ പാട്ട് ചെറുതായാലും പാട്ട് പാടുവോ? മോൻ പാട്ട് പാടും. പഠിക്കോ? വിണ്ണിലോ താരകം മണ്ണിലോ ആരവം നെഞ്ചിലോ ബാൻഡടിയോ ഹോ പാരാകെ പകലയുടെ ഒരു മെടിത്തിരിയുടെ തിരകളിൽ ഒഴുകണൂരാകെ പല വഴികളിൽ വക കളിയൊരിച്ചിരിക്കുന്നു പതറാണ് ഉള്ളാകെ പുതുക്കനപ്പതിൽ ഒളിച്ചിത്തറാണ് ചെറുപടയുടെ വരവിതിരാവാണേ നേരാണേ വട്ടേപ്പം വന്നെങ്കി താട്ട് ഇല്ലെങ്കി ഞങ്ങള് പോട്ടെ വട്ടേപ്പം വന്നെങ്കി താട്ട് ഇല്ലെങ്കി ഞങ്ങള് പോട്ടെ. അല്ല, ഇപ്പറം നിക്കണ അവന് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് കേട്ടോ. അവൻ പോക്കറ്റിലൊക്കെ ആയിട്ട് നിൽക്കുക, അവൻ എന്തോ പ്ലാൻ ഉണ്ടോ? കുട്ടാപ്പി പേരെന്തുവാ? അന്ദീപ്. എത്രല്ല പഠിക്കുന്നേ? UKG. അടിപൊളി. ഒരു പാട്ടൊക്കെ പാടിയാലോ? നമുക്ക് ഒരു പാട്ട്. ഏതാ ഇഷ്ടം? മിമിക്രി ആണോ പാട്ടാണോ ഇഷ്ടം? മിമിക്രി. മിമിക്രി ഏതാ ചെയ്യുന്നേ? പട്ടിയുടെ. അടിപൊളി. ഇനി വേറെ ഏതാ? പൂച്ച. ഒരു പൂച്ച കൊണ്ടുണ്ട്. ഒരു പൂച്ച. പറ്റോ? അടിപൊളി. അപ്പൊ എല്ലാരെയും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒത്തിരി സന്തോഷം. വീടിന്റെ ആഗ്രഹങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കും കേട്ടോ. ഒരുപാട് സന്തോഷം. നമ്മുടെ ഫാമിലി പരിപാടിയിൽ നമ്മളെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാവരും ഫ്ലവേഴ്സിനോടുള്ള നന്ദി അറിയിക്കാം. ഇവരെല്ലാരും വന്നത് ഒരു സ്വിഫ്റ്റിലാണ്. എല്ലാവരും അമ്മ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ, ദൈവം അനുഗ്രഹിച്ച് കേട്ടോ. വീടിന്റെ പണിയും ഒക്കെ നടക്കട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ദീപുവിന്റെ കൂടെയും ദീപുവിന്റെ ഫാമിലിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഒരുപാട് സന്തോഷം എല്ലാവരെയും കണ്ടത്. ഓക്കെ. രഞ്ജിനിയുടെ അമ്മയാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എല്ലാവർക്കും ഒരു ഹായ്. രഞ്ജിനിയുടെ അമ്മയുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇത് ഐറ്റം വേറെ എല്ലാവരുടെയും വക ഒരു വലിയ അയലോക്കാർക്കും കൂടെ, അയൽവക്കംകാർക്കും പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ വക വലിയ പ്രശ്നം കഴിഞ്ഞല്ലോ കേട്ടോ. എന്റെ തൊഴിലുറപ്പിലുള്ളവർക്ക് എല്ലാവർക്കും കൂടെ വരണമെന്നും പറഞ്ഞ് ദീപുനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ഹായ്. അപ്പൊ ഞങ്ങളുടെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പിലെ എല്ലാവർക്കും ഞങ്ങളുടെ വലിയ ഹായ്. ഒരു ദിവസം എല്ലാരും കൂടെ ഇങ്ങോട്ട് വരണം കേട്ടോ. അന്ന് കാണാം. ഓക്കെ. അപ്പോ നസീർക്ക എത്ര മാർക്ക്? ഞാനൊരു 5000 രൂപ കൊടുക്കണം. 5000 രൂപ. ഷാജോൻ ചേട്ടാ? ഞാനും ഒരു 5000 രൂപ. ടോട്ടൽ 10000 രൂപ. ബിജുക്കുട്ടൻ ചേട്ടാ? ബാക്കി 8. ടോട്ടൽ എമൗണ്ട് 20000 രൂപ. അടുത്ത ആഴ്ച നമുക്ക് വെടിച്ച് ലൈറ്റോട്ട് വരണം. ഓക്കെ. കോമഡി. ഇത് ഐറ്റമേരുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ ടീം വരുന്നു. അതും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കോഴിക്കോട്. ആരൊക്കെയാണ്? 3 പേര് കോഴിക്കോട് നിന്നാണ്. അപ്പൊ ഒരു പുതിയ ടീം വരുവാണ് കോഴിക്കോട് നിന്ന്. ലെറ്റ്സ് വെൽക്കം സിറാജ്, പ്രദീപ് ആൻഡ് രാജീവ്. പാർപ്പ് രാജൻ ചേട്ടാ. ആ സുനി എവിടെ അല്ലേ?
ഞാനിവിടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതാ ചേട്ടാ. വാർപ്പിന്റെ പണിക്കൊന്നും ഞാൻ വരികയില്ല. എന്നെ ലോകം അറിയപ്പെട്ട് ഞാൻ വലിയ കലാകാരനായി. അപ്പോഴേക്ക് എങ്ങനെ പോകുമെന്ന് പറയണ്ടേ? ഇവിടെ സിമന്റ് കുഴക്കാൻ ആളില്ലല്ലോ. ആ സോറി രാജേട്ടാ. രാജേട്ടാ ഇനി ഞാൻ വരികയില്ല കേട്ടോ. ഞാൻ വെയിൽ കൊണ്ട് കറുത്തു. ആണോ? സിനിമയിലൊക്കെ അഭിനയിക്കേണ്ടതാ. എന്തായാലും ഈ ഫീൽഡ് വിട്ട് പോവല്ലേ? ആ പുതിയ ഫീൽഡിൽ നല്ല ഉഷാറാട്ടെ. ആ അല്ല മുന്നോട്ട് പോയിട്ടേ ആ നന്നായി വാ. അത് അനുഗ്രഹിച്ചാന്നോ അതോ ശപിച്ചതാണോ? അണ്ടിക്കോട് സുനിയല്ലേ? അണ്ടിക്കോട് സുനിയോ? അണ്ടിക്കോട് സുനിയല്ലേ? ഞാൻ സുനിൽ കുമാർ. എടാ ഇല്ല മനസ്സിലായില്ല എനിക്ക്. ഇല്ല. എടാ എന്റെ കൂടെ പഠിച്ചേ. എന്റെ കൂടെ അങ്ങനെ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. എടാ 4ാം ക്ലാസ്സിൽ ഈ ട്രൗസറിൽ മൂത്രം വെച്ചപ്പോ ടീച്ചർ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞില്ലേ? എന്റെ കൂടെ വന്ന ആള് ഞാൻ. എടാ എനിക്ക് നിന്നെ അറിഞ്ഞൂടാ ഷാജിയെ. പേരൊക്കെ അറിയാലോ എനിക്ക്. കള്ള എവിടെയാണ് എത്ര കാലം? വാ ഇതിന്റെ വീട് എന്റെ ഷോപ്പാ. ആണോ? വാ ഈ എവിടെയാണ് ഇത്രയും കാലോ? അതൊന്നും പറയണ്ട. നമ്മുടെ ഫ്ലവേഴ്സ് ചാനലില് ഐറ്റം വേറെ എന്നുള്ളൊരു പരിപാടി ഒരു മാസം മുന്നേ ഞാൻ കളിച്ചിരുന്നു. ഞാൻ സ്ഥിരം കാണുന്ന പരിപാടിയല്ലേ? അതിനകത്ത് ഉണ്ട് ഇനി. ഭയങ്കര വിജയായിരുന്നു. അഭിപ്രായം ഉണ്ടായോ? ഭയങ്കര അഭിപ്രായം. അല്ല ഷാജോണേട്ടനൊക്കെ എന്ത് പറഞ്ഞു? ഷാജോൻ ചേട്ടൻ പറഞ്ഞ് നിങ്ങൾ ഇനി ഒരു പണിക്കും പോകണ്ട, നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെട്ട് പിന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം പറഞ്ഞു എന്നോട്. എന്താണ്? സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കണം. ആപ്പ ഉപ്പ കമ്പനി, അതായത് കച്ചർ പിച്ചർ കമ്പനിക്കാരോട് ഒന്ന് കൂടരുത്. അത് നല്ല കാര്യമാണ്. അവര് പറഞ്ഞ കറക്റ്റാ. നമ്മളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ അണ്ടിക്കഞ്ഞി കമ്പനിക്കാരൊക്കെ ഒഴിവായി കാണണം. അത് മനസ്സിലാക്കല്ലോ. എന്നാ ഞാൻ പോട്ടെ. അങ്ങനെ എല്ലാ അണ്ടിക്കഞ്ഞി ഒഴിവാക്കല്ലേ. അല്ല മറ്റേ മൂപ്പർ എന്ത് പറഞ്ഞു? ആര്? നസീർ സംക്രാന്തി. നസീർക്ക പറഞ്ഞ് ഇങ്ങനെ എന്നെ തോണ്ടിയിട്ട് എന്തിനു വന്നാന്നല്ലേ? അതല്ല, ഏടിയായിരുന്നു ഇത്രയും കാലം. ബിജുക്കുട്ടൻ ചേട്ടനാ മൂപ്പര് ഭയങ്കര. ബിജുട്ടൻ കൊറേ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഒന്നും പറയാനില്ല. ഒന്നും പറയാൻ തോന്നിയിട്ടുണ്ടാവില്ല. അതെ അതെ. അപ്പൊ സിനിമാക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധായി. ഭയങ്കര ബന്ധാ. അല്ലടാ നമുക്ക് ഈ സാധാരണക്കാർക്ക് ഇപ്പൊ ഇങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ സിനിമാക്കാരോട്. എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നോടൊപ്പം എനിക്ക് ചോദിക്കാലോ? ചോദിച്ചോ. നമ്മളെ പൃഥ്വിരാജ് ഭയങ്കര ജാടയെന്ന് പറയുന്നത് ശരിയാ? ഒരു ജാടയില്ലട്ടോ. പച്ചപ്പാവാ. ആണോ? മൂപ്പര് ഇപ്പൊ അടുത്തൊരു സിനിമ ഇറങ്ങിയില്ലേ? ഏതാ? എമ്പൂരാൻ. ആ അതിന്റെ 2ാം ഭാഗത്തിന് എന്നെയാ ക്ഷണിച്ച് അഭിനയിക്കുക. എന്താ പേര്? തമ്പുരാൻ. വല്ലാത്തൊരു എന്തായാലും വകയ്ക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എന്റെ വൈഫിനൊന്ന് വിളിച്ച് പറയട്ടെ. ഓക്ക് ഭയങ്കര സന്തോഷം. ഓള് സ്ഥിരം കാണുന്ന പരിപാടിയത്. ഹലോ എടി, പിന്നെ എന്റെ ഷോപ്പിൽ ഒരു സിനിമാ നടൻ വന്നിക്കണ്. സുനിൽ കുമാർ. ആരാന്ന് എനിക്ക് പറയും. എന്റെ കൂടെ പഠിച്ച എന്റെ ഇന്റിമേറ്റ് സുഹൃത്താ. സിനിമയിലെത്തിയ സുനിൽ കുമാർ. എടി ഞാൻ എന്നോട് എപ്പോഴും അവനെ പറ്റി പറയലുണ്ട്. എന്റെ കൂടെ 4ാം ക്ലാസ് പഠിച്ചേ ട്രൗസറിൽ മൂത്രയിച്ച സുനി. മനസ്സിലായോ? അണ്ടിക്കോട് സുനി. ഓനതാ എന്റെ വൈഫാണ്. ഹലോ പെങ്ങളെ, എന്തൊക്കെയാ സുഖാണോ? എനിക്ക് പറയാലോ, ഭർത്താവിന്റെ ഫ്രണ്ട് ഒരു സിനിമാ നടനാന്നൊക്കെ പറയാലോ. പിന്നെ ആശംസാ വീഡിയോ മറക്കണ്ട കേട്ടോ. കല്യാണം, മോളെ ബർത്ത്ഡേ, ഉത്സവം, കുടുംബശ്രീ യോഗം, എന്ത് പരിപാടിക്കും ചേട്ടനെ വിളിച്ചോട്ടോ. അതെ, നമ്മുടെ പ്രിയദർശൻ സാറ് വിളിക്കുന്നുണ്ട്, പിന്നെ വിളിക്കട്ടോ. അല്ല പ്രിയദർശൻ വിളിച്ച്? മൂപ്പരിങ്ങനെ വിളിച്ചോണ്ടിരിക്കും എപ്പോഴും. ഇതായി എന്റെ ഫോണല്ലേ? ശരിയാ, അത് ഇന്റെ ഫോണാന്നല്ലോ. മൂപ്പരെങ്ങനെയാടോ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് നോക്കിട്ട് എങ്ങനെയോ തേടി. അത് ശരി. എന്തായാലും വല്ലാത്തൊരു കഥ. അതാടിക്കണ അത് അടുത്ത ആൾ. ഇതെന്താ വായിച്ചോ? അടുത്ത ആളായത്. ട്രൂത്ത് ഈവനിങ് ഫോറസ്റ്റ്. ഇതാരാ? ട്രൂത്ത് എന്ന് വെച്ചാൽ എന്താണ്? സത്യം. ഇവന്റ് എന്ന് വെച്ചാൽ എന്താണ്? വൈകുന്നേരം അന്തിക്കെന്ന് പറയല്ലോ. ഫോറസ്റ്റ് എന്ന് വെച്ചാ കാട്. എടോ സത്യനന്തിക്കാടോ. സത്യനന്തിക്കാടാ വിളിച്ചേ? വേടക്ക് വേടക്ക് സത്യേട്ടാ. പിന്നെ ഞാൻ അഭിനയിക്കലും ശരിയാണ്, പക്ഷെ നിങ്ങൾ എടുത്ത പടത്തിന്റെ ഏതെങ്കിലും ഒരു സീന് എനിക്ക് എടുത്ത് അയച്ചതാ. ഇത് ഞാനത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങൾ കൂടെ കൂടെ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത്. ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വിളിക്കും. മാമാ മെല്ലെ വിളിക്ക്, കമ്പനി പുറത്ത് നിർത്തിക്കളാ. അജയ മാഷേ. ഒരു ചൂടാണ് ചങ്ങായേ, പുറത്തിറങ്ങാൻ പയ്യ പൊള്ളുക. ഭയങ്കര ചൂട്. ഐസൊക്കെ ഉരുക്കി പോയി മാഷേ. എന്നാ പിന്നെ ഐശ്വര്യ എന്നുള്ള കച്ചവടം ഐശ്വര്യതാക്കിക്കള്. ഇരിക്കിങ്ങള്. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. ദിവസം ഈ പീഡിയന്റെ മുന്നിൽ വന്നു ഒത്തിരിക്കണേ എനിക്കും തെത്താണ്ട സർപ്രൈസ്. എന്താ സംഭവിച്ചാലേ, എന്റെ കൂടെ പഠിച്ച സുനീനെ ഓർമ്മ ഉണ്ടോ? അണ്ടിക്കോട് സുനി. അണ്ടിക്കോട് സുനി ഇപ്പൊ പഴയ അണ്ടിക്കോട് സുനി അല്ല. പിന്നെ
സുനിൽകുമാറാ സിനിമ നടനാ. സിനിമ നടനോ? ഞാൻ പഠിപ്പിച്ച സുനിൽകുമാർ സുനിലോ? ഇതാ നോക്കിയങ്ങോട്ട്. ആകെ ചത്ത് വീർത്തുകണല്ലേ. അമ്മോ. അല്ല ഇവൻ പറഞ്ഞിട്ട് സിനിമാ നടനായി എന്നൊക്കെ. ഞാൻ ദൈവത്തിന്റെ ഒരു കളികളി. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാ ഇപ്പൊ അഭിനയത്തിന്റെ മേഖലയിൽ എത്തുന്നു. അതെങ്ങനെ മാഷെ? അത് ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടാണ്. ഇവനോട് ഞാൻ 5ന്റെ ഗുണനെപ്പറ്റി എല്ലാം പറഞ്ഞു. അന്ന് ഇവന്റെ മുഖത്ത് വന്ന നവരസം, ഒരു സൈഡില് മമ്മൂട്ടി, മറ്റേ സൈഡില് മോഹൻലാല്, സുരേഷ് ഗോപി. എനിക്ക് മനസ്സിലായി സംഗതി. അപ്പൊ തന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചു, എന്ത് 1 കിലോഗ്രാമിൽ എത്ര ഗ്രാമാന്ന്? എന്താടാ പറഞ്ഞ്? ഞാൻ പറഞ്ഞു 750 ഗ്രാം. അത് ആര് പഠിപ്പിച്ച എന്നെ? അച്ചാച്ചേ. അച്ചാച്ചനോ? അച്ചാച്ചനതേ ജോലി? റേഷൻ പിടിയല്ല തൂക്കക്കാരനാ. മനസ്സിലായല്ലോ. അപ്പൊ എങ്ങോട്ട് പോകാനാ പൊന്ന് മോനെ? ദുനിയ ഇപ്പൊ സിനിമാറിനായ സ്ഥിതിക്ക് ഇപ്പൊ ചെന്നൈയിലാവും താമസല്ലേ? അല്ല ഞാനിപ്പോ അണ്ടിക്കോടാ താമസം. അണ്ടിക്കോടൊക്കെ പാകം മാറിപ്പോയിട്ടോ. അണ്ടിക്കോടൊന്നും ഇല്ലല്ലോ മാഷെ. എന്റെ ഒരു 22 വയസ്സുള്ള കാലത്ത് അണ്ടിക്കോട് എന്ന് പറഞ്ഞ ഗ്രാമ, ഒരു പഞ്ചായത്ത് കിണറും പിന്നെ ഒരു പോസ്റ്റ് ഓഫീസും പിന്നെ നീല പെയിന്റ് അടിച്ചൊരു വീടും. മനസ്സിലായി. നീല പെയിന്റ് അടിച്ചല്ലേ ശാരദ ടീച്ചർ വീട്. അത് ഇമ്പടെ സഹപ്രവർത്തകല്ലേ? അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് പിടിക്കാൻ കള്ള. ശാരദ ടീച്ചറെ പാടെന്താ? ശാരദ ടീച്ചർ ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ചു? 6 മാസമായി. എന്തായാലും ആ വൈക്കൊക്കെ ഒന്ന് പോണം. സഹപ്രവർത്തകയാണല്ലോ, ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കണം. വല്ലാണ്ട് ബന്ധങ്ങൾ അങ്ങോട്ട് പുതുക്കണ്ട മാഷെ. മൂത്ത മോയെ മിലിറ്ററിയോ, രണ്ടാമത്തെ മോയെ SI ആണോ? അത് മാത്രല്ല ഒരു നായുണ്ട്. വയസ്സാം കാലം നായിന്റെ കടി, പൊക്കുള്ളു ചുറ്റും സൂചി. വേണ്ടല്ലേ ബന്ധങ്ങളൊന്നും വേണ്ട മാഷെ. ഇവരെ ടിവിയിൽ ഭയങ്കര പരിപാടിയൊക്കെ അവതരിപ്പിച്ചിക്കണ്. ആണോ? അത് ചേച്ചി അങ്ങനെ സിനിമയിൽ അവസരം കിട്ടിയതാ? അല്ലടക്ക് എന്താ അവിടെ പോയി അവതരിപ്പിച്ച്? അതൊന്നും മാഷ്ക്ക് ഒരു രസല്ലേ, നമ്മള് കാണാലോ. മറ്റേ മാട്ടാലോ, അത് എനിക്ക് തന്നെ മടിച്ചു. ഏതാണ് എന്റെ മേശി? അല്ലടാ മമ്മൂട്ടിനൊക്കെ ചെയ്യല്ലോ ഇപ്പൊ. മാസ്റ്റർ പീസ് മമ്മൂക്കാനൊക്കെ ചെയ്യല്ലോ ഇപ്പൊ. സൗണ്ട് അടക്കണ്ട് മാഷെ. മമ്മൂക്കാന്റെ സൗണ്ട് ഒക്കെ ചെയ്യോ? ആ ഒരു മഹാനടന്റെ ശബ്ദം, അതിന്റെ ഒരു ഘനം, അതിന്റെ ഒരു ഗംഭീരൊക്കെ മാഷിനെ ആസ്വദിക്കണം അല്ലേ? അന്ന് ചെയ്തു കൊടുക്ക്. അക്ഷരങ്ങൾ അലച്ചടിച്ച് കുട്ടിയ പുസ്തകത്താളുകളിൽ നിന്നും നീ പഠിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ എന്തിയാ? ഓടിക്കണക്കാരായ പട്ടിണിക്കാരുടെയും നിരക്ഷരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശികളുടെയും തോട്ടികളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ, ചെക്ക വലിച്ച് ചോര ചുമച്ചു തുപ്പുന്ന ഇന്ത്യ, വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോതിന് ഭർത്താക്കന്മാരെ ശാസ്തിച്ചത്തായപ്പറ്റിക്കുന്ന കൊച്ചമ്മാട് ഇന്ത്യയല്ല. മക്കൾക്ക് ഒരു നേരം വാരി വലിച്ച് നാൻ ബഹുതേരി സ്വന്തം ഗർഭപാത്രം വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ ആത്തി ഇറക്കി വിട്ടില്ലേ കൃഷ്ണേട്ടനെ പോലെയുള്ള സ്വാതന്ത്ര്യ സേനാനികളുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ IAS അക്കാദമി അടവച്ചടവച്ച് വിധിക്കുന്ന തന്നെ പോലത്തെ സ്നോബകൾക്ക് ഇന്ത്യയുടെ ആത്മാവ് തൊട്ടാൽ സെൻസ് ഉണ്ടായിരിക്കണം, സെൻസിബിലിറ്റി ഉണ്ടായിരിക്കണം, സെൻസിറ്റീവ് ഉണ്ടായിരിക്കണം. ജോനോട് പറയും എനിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞിക്കണെന്ന്. ഒന്നും സംഭവിക്കില്ല മാഷെ. മേലിന്റെ ഒരാണിന്റെ നേരെ പൊങ്ങില്ലേ കയ്യ്, അതെനിക്കറിയാണ്ടല്ല. പക്ഷേ നീ ഒരു പെണ്ണായി പോയി, വെറും ഒരു പെണ്ണ്. ഇവനെ പഠിപ്പിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടായല്ലോ. ഏത് സെലിബ്രേറ്റ് ആയിട്ട് എന്താ? ഓന്റെ മനസ്സിലിപ്പോഴും 1 കിലോ 750 ഗ്രാമാണ്. 2 ആൾ കൂടി വന്ന എനിക്ക് ഒരു സന്തോഷം പറയാനുണ്ട്. എന്താ മാഷെ? ഇവിടെ സ്കൂളിന്റെ വാർഷികം ഈ 26-ാം തീയതിയാണ് 76-ാം വാർഷികം. അപ്പോ എന്റെ ഒരു ആഗ്രഹം ഉണ്ട്. എന്താണ്? ഒരു സെലിബ്രേറ്റിന് കൊണ്ടുവന്നിട്ട് നമ്മളെ സ്കൂൾ കണ്ട് ഉദ്ഘാടനം ചെയ്യും. എനിക്ക് മനസ്സിലായി മാഷെ, ഞാനവിടെ വെട്ടോളാം. ഈ വ്യക്തമായിട്ട് പറഞ്ഞ ഫണ്ടിന്റെ വീട്ടെ ഫണ്ടില്ല, എന്റെ വീട്ടിൽ കൂടലൊക്കെ കഴിച്ചതാ. എടാ പിന്നെ മാഷ് പറഞ്ഞെന്താ വെച്ചാൽ അത് അടക്കി. പിന്നെ മാഷവിടെ പറഞ്ഞെന്താ വെച്ചാല് നമ്മളെ സ്കൂളിന്റെ വാർഷികം, അതെ, അതിന്റെ ഉദ്ഘാടനത്തിന് അന്ന വേണം. എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ വരണ പൈസ ഒന്നും ഉണ്ടാവില്ല. എന്തിനാ ഷാജിയെ, നമ്മള് പഠിച്ച സ്കൂളല്ലേ, ആടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുക എന്റെ ഏറ്റവും വലിയ ഭാഗ്യല്ല ഷാജി. അതത്രേ ഉള്ളടാ. പിന്നെ പൊന്നാടാ. അത് പറയണ്ട, ഞാൻ പൊന്നാണെന്ന് എനിക്ക് അറിയാം. അതല്ല പൊന്നാടാ പുതപ്പ്. എന്താണോ എന്റെ പോസ്റ്റർ അടിക്കുക, ഞാൻ എന്റെ ഫോട്ടോ അയച്ചു തരും. ഫ്ലക്സ് അടിക്കുക. പൈസ ഒന്നും വേണ്ട. പൈസ ഞാൻ സംസാരിച്ചോളാം മാഷേ. ഓക്കെ പറഞ്ഞോ? ഞാൻ പറഞ്ഞ് ഒരു പൊന്നാടയും ഒരു ട്രോഫിയും പിന്നെ ഫ്ലക്സിൽ ഫോട്ടോ, അത്ര മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഓൻ്റെ ഒപ്പം നിൽക്കണം. മാഷൊന്ന് ഔപചാരികമായിട്ട് ക്ഷണിച്ചാളി. ഞാൻ ക്ഷണിക്കാം. സുനിയെ, കാര്യങ്ങളൊക്കെ ഷാജി പറഞ്ഞല്ലോ. സന്തോഷാണ് മാഷ് പഠിപ്പിച്ച കുട്ടികളൊക്കെ ഒരുമിച്ച് നിന്നിട്ട്. അപ്പൊ ഞാന് ഇവന്റെ ആവശ്യപ്രകാരം ഔദ്യോഗികമായിട്ട് തന്നെ ക്ഷണിക്കാം. ഈ വരുന്ന 26-ാം തീയതി ഇവിടെ സ്കൂളിന്റെ 76-ാം വാർഷികമാണ്. അത് കറക്റ്റ് മാഷ്. അപ്പൊ അണക്ക് പരിചയമുള്ള നല്ലൊരു നടനെ കൊടുന്നിട്ട് ഈ നമ്മളെ സ്കൂളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാം.
ഞാൻ വേണ്ടേ? അല്ല ഇജ്ജവിടെ ഉണ്ടായിക്കോ, അന്ന എല്ലാവർക്കും അവിടെ പരിചയമുണ്ടോ? അല്ല അത് കറക്റ്റ്. ആ അങ്ങനെ വലിയ ആൾക്കാരൊന്നും വേണ്ട. അല്ല ആസിഫലിയോ ടോവിനോ ഉണ്ണിമുകുന്ദനോ അങ്ങനെ ആരെങ്കിലും ഇല്ലേ? ഇതൊക്കെ മതി. മനസ്സിലായി. കാട് വീടായാൽ ആശാരി കണ്ടെത്തി. മനസ്സിലായില്ല? ആ അത് മനസ്സിലാകണമെങ്കിലേ വിദ്യാഭ്യാസം മാത്രം പോരാ, വിവരം വേണം മാഷേ. അത് കറക്റ്റ് മാഷേ. അജയ നല്ലൊരു ഉഗ്ര കൈയടി 3 പേർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ഷാജോൻ ചേട്ടാ, സിറാജ്, പ്രദീപ് ആൻഡ് രാജീവ്, നമസ്കാരം. നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളെ കണ്ടപ്പോൾ. നമ്മളിങ്ങനെ കോഴിക്കോട് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു സ്ലാങ്ങിലുള്ള ഒരു ടീം ഇങ്ങനെ മിസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ 3 പേരും കൂടെ വന്ന് വളരെ സന്തോഷം. ജിയോ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിലോട്ട് സ്വാഗതം ഒരിക്കൽ കൂടി. താങ്ക് യു. നന്നായിരുന്നു. അത്യാവശ്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തമാശകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യണം. മീൻസ് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേഴ്സണലി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല. ഇമ്പ്രൂവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ വരുന്ന ടൈപ്പുള്ള സ്കിറ്റുകൾ ഉണ്ടല്ലോ, അതായത് കുറേ പുതുമകളും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ത്രെഡുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള ഓരോ ടീമുകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഇതൊരു എൻട്രി എന്നുള്ള രീതിയിൽ നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കുറച്ചുകൂടെ ഗംഭീര പൊട്ടിച്ചിരികളും തമാശകളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് ടൈം വരണം കേട്ടോ. ഓക്കെ, പോലത്തെ വരും. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക, നമ്മുടെ ഈ ഷോ കാണാറുണ്ടോ? ഇത് ഐറ്റം വേറെ കാണാറുണ്ട് ഉണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു പാറ്റേണാണ്. നമ്മൾ സ്കിറ്റുകൾക്കൊരു വേറിട്ട തലം തന്നെ കണ്ടെടുത്ത ഒരു ഷോയാണിത്. അപ്പോൾ സ്കിറ്റ് എല്ലാം വ്യത്യസ്തമായിരിക്കും, പുതിയ കൗണ്ടറുകളായിരിക്കും, പഴയതുകളൊന്നും നമ്മുടെ ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഫ്ലോറിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈ സ്റ്റേജിന് വേറൊരു പാറ്റേണാണ്. ആ ഒരു താളത്തിൽ നിങ്ങൾ ഒന്ന് എത്തിപ്പെട്ടാൽ മതി, പിന്നെ സാധനം ഇങ്ങനെ വണ്ണായിട്ട് വന്നുകൊണ്ടിരിക്കും. 3 നല്ല കിടിലൻ ആർട്ടിസ്റ്റുകളാണ്, ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. കുറേ നാളുകൾ കൂടിയാണ് ഇങ്ങനെ കോഴിക്കോട് നിന്നൊരു ടീം വന്ന് 3 പേരും കോഴിക്കോട് ഭാഷ. അപ്പോൾ ഈ കോഴിക്കോട് ഭാഷ ഒരു പ്രത്യേക സുഖമാണ് കേൾക്കാനായിട്ട്. പ്രത്യേകിച്ച് മലബാർ ഭാഷകളെല്ലാം കേൾക്കാനായിട്ടൊരു സുഖമാണ്. ആ സുഖം നിങ്ങൾ തന്നു. ഇനി ഞങ്ങളുമായിട്ടൊന്ന് ചേർന്നാൽ മതി. ചേർന്ന് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളിവിടെ കോഴിക്കോട് നിന്നൊക്കെ ഒരു ടീമിൽ ചിലപ്പോൾ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനൊരു 3 പേരും, അതുപോലെ 3 പേരും കോഴിക്കോട് നിന്ന് വരുമ്പോൾ ആ ഒരു സ്ലാങ്ങിന് ഒരു പ്രത്യേകത ഉണ്ടാവും, ആ ഒരു ഐറ്റത്തിന് പ്രത്യേകത ഉണ്ടാവും. ആ പ്രത്യേകത നിങ്ങൾ ഈ ഐറ്റത്തിൽ കാണിച്ചിട്ടുണ്ട്. തുടക്കമായതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്ന പോലെ തന്നെ ചെറിയൊരു കോമഡി കുറവുണ്ടായിരുന്നു. അപ്പം 3 പേരും അടുത്ത പരിപാടിക്ക് വരിക, നിങ്ങളുടെ സ്ലാങ്ങിൽ തകർക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഇവിടെ അറിയാലോ, ഒരു മാർക്കിന് 1000 രൂപയാണ്. ഓക്കെ, നസീർക്ക, നമുക്ക് ആദ്യത്തെ മാർക്ക് കയ്യോടെ വാങ്ങിക്കാം. നസീർക്ക, ഞാനൊരു 7000 രൂപ കൊടുക്കുകയാണ്. 7000 രൂപ ചേട്ടാ. അല്ല, ഞാനും കുറക്കണില്ല, 7000. ടോട്ടൽ 14000 രൂപ. ഷാജോൻ ചേട്ടോ, ബാക്കി എൻ്റെ വക അവിടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ 30000 രൂപ. തെറ്റില്ലാത്ത തുടക്കമാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഒരു പറഞ്ഞ പോലെ നല്ല ഉഗ്രൻ ഐറ്റമായിട്ട് വന്നിട്ട് കുറെ കൗണ്ടർ പറഞ്ഞ് ഞങ്ങളെ ചിരിപ്പിച്ച് കുറെ കാശായിട്ട് പോവാം. തീർച്ചയായിട്ടും വെൽക്കം. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെയിലെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ ആണ്. സൈന്ധവ്, ദേവി ലക്ഷ്മി, അനിരുദ്ധ. വിശ്വാസം എന്ത് പറഞ്ഞാലും ഭയങ്കര വിശ്വാസം. എന്റെ വീട്ടിലെ ഭാര്യക്ക് ആരെങ്കിലും എന്തെങ്കിലും സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോയോ അത് ഭയങ്കര ഐശ്വര്യ എന്നും പറഞ്ഞ് മേടിച്ചങ്ങ് വെക്കും. എന്റെ ഷാജോൻ ചേട്ടാ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിനകത്തോട്ടൊന്ന് കയറണം. പൂജാമുറി ഏതാ റൂം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാ. ഇഷ്ടം പോലെ വിഗ്രഹങ്ങൾ അവളെ അകത്ത് മേടിച്ചു വെച്ചേക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയി. ഞാൻ നോക്കുമ്പോ ഫ്രിഡ്ജിന്റെ സൈഡിൽ ഒരു കൃഷ്ണൻ ഇരിക്കുന്നു. അവളുടെ അടുത്ത് ചോദിച്ചപ്പോ പറയുക അത് വെണ്ണ കട്ടിലിന്റെ മന്നയായിരിക്കും. തലയില്ലാത്തന്ന് അവളെ കൊണ്ട് എടുത്തു വെച്ചാന്ന് അവള് പറയത്തില്ല. ആണ്ട വരുന്ന മണി കടിച്ചോണ്ട്. തൊഴുതോളൂ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. കൂടുതൽ വലിച്ചു കയറ്റണ്ട, തീ മൊത്തം മൂക്കി കൊണ്ട് കയറും. ഞാൻ തൊഴാം. അയ്യോ, അങ്ങനെ അനുസരണുള്ളു നല്ല കാര്യം. എന്റെ പഴനിമല മുരുക, എന്റെ അനിയന് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന മനുഷ്യനെ കൊണ്ട് ഒരു ശൂലവും കുത്തി 1001 പടി 3 തവണ കേറ്റിക്കാവേ. നിന്റെ അനിയന് ജോലി കിട്ടണമെങ്കിൽ അവനല്ലേ നേർച്ചയൊക്കെ ചെയ്യണ്ട, അല്ലാതെ ഞാനാണോ?
അവ കുഞ്ഞല്ലേ? ഈ പറയുന്ന കുഞ്ഞ് വെയിറ്റ് അളക്കുന്ന മെഷീന്റെ മണ്ട കേറിയിട്ട് അവന്റെ ചൂണ്ടുവരുള്ള തല ഒരു കുത്തുകുത്തിയാ മതി 100 കുലയാവുന്ന അവൻ ആ മുതുകണ്ടയാണോടി കുഞ്ഞ്. അവന് നമ്മൾ മാത്രമല്ലേ ഉള്ളു. ഇടി നിന്റെ ഈ ശൂലം കുത്ത് കാരണം എന്റെ നാക്കിപ്പോ ഒന്ന് കാണും. ഉപ്പേരി പോരുന്ന കണ്ണാപ്പ പോലെ അറിയാവോ നിനക്ക്? എനിക്ക് സാമ്പാർ കുടിക്കാൻ വരെ പേടിയാ. സാമ്പാർ കുടിക്കാൻ എന്തിന് പേടിക്കണം? ഈ ഓട്ടെല്ലാം കാരണം സാമ്പാറിന്റെ കഷ്ണം മൊത്തം മേളിൽ ചാറ് മൊത്തം അകത്തുവാ കിടക്കുന്ന. നിനക്കറിയാവോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ 50 വരെ ഒന്നും കാണത്തില്ല. ഈ ഇടയായിട്ട് നിങ്ങൾക്ക് എന്നോടും എന്റെ വീട്ടുകാരോടും ഒരു സ്നേഹവും ഇല്ല. എന്ത് പറഞ്ഞാലും തർക്കുത്തരം മാത്രമേ പറയത്തുള്ളൂ. നിന്റെ ഈ മണിയടിയും പൂജയൊക്കെ കാരണം ഇതുവഴി വന്ന നാട്ടുകാർ എന്തോന്നറിയാവോ? ഈ വീട്ടിലോട്ട് നോക്കി തൊഴുതട്ടാ പോന്നെ അമ്പലമാന്നും പറഞ്ഞ്. അത് പോട്ടേന്ന് വിചാരിക്കാം. കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പല്ലില്ലാത്ത അപ്പൂപ്പൻ വെളി കാറ്റുകൊള്ളായിരുന്നപ്പോ ഏതാ ഒരു മെനവട്ടം വന്ന് വായിക്കാതെ ചില്ലറ പൈസ ഇട്ടിട്ട് പോയി മണ്ടാരപ്പെട്ടിയാന്നും പറഞ്ഞ്. അതൊക്കെ കാണാതെ അച്ഛന് വേണ്ടിട്ടല്ലേ ഞാൻ ഈ പൂജയും ദാനങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ കാരണമല്ലേ മനുഷ്യ എന്റെ അച്ഛൻ പോയത്. എന്റെ പൊന്നച്ഛ, നിങ്ങൾ ഇത് കേക്കണം. കല്യാണം കഴിഞ്ഞ അന്ന് എന്നെ ഈ ശ്രീധരത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കി നാണം കെട്ടാട് എന്റെ അച്ഛൻ നാട് വിട്ടു പോയത്, അറിയാവോ? ഈ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ശ്രീധരത്തിന്റെ പേരിൽ മല മറിച്ച് ചോദിച്ചെന്ന്. ചുമ്മാതാ. ഞങ്ങളുടെ കല്യാണ വണ്ടി എത്തുന്നതിന് മുമ്പ് അവളുടെ അച്ഛൻ ഈ വീടിന്റെ ഫ്രണ്ടിൽ കയറി എത്തി. എന്നിട്ട് അവളുടെ അടുത്ത് പറയുക, ആ കഴുത്തേ കിടക്കുന്ന സ്വർണ്ണമല്ല അയച്ചു തരാൻ, അച്ഛന് വേറെ കട കൊണ്ട് അത് കൊടുക്കാനാന്ന്. എന്നാലും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഒരു ദിവസം അവൾ ഇട്ടോട്ടെ എന്നിട്ട് തരാന്ന്. അത് പുള്ളിക്കാരൻ അങ്ങ് ഷെയിമായി. അതുകൊണ്ട് ആ സ്വർണ്ണക്കടക്കാരനെ പറ്റിച്ച് ഈ നാട് വിട്ട് പോയ മനുഷ്യനായി അവളുടെ അച്ഛൻ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്റെ അച്ഛൻ വരാതെ ഞാൻ നിങ്ങളോടൊരു ജീവിതം തുടങ്ങത്തില്ല. അത്ര തന്നെ. ഞാൻ എന്റെ മുറിയിലോട്ട് പോവുക. നിങ്ങൾക്കറിയാവോ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഞങ്ങൾ ഇതുവരെ ഒരുമിച്ചിട്ട് ജീവിച്ചിട്ടില്ല. രണ്ടുപേരും 2 മുറിയില്ല. എന്തോ ചെയ്യാനാന്ന് പറ. അമ്മാ വല്ലോം തരണേ, അമ്മ വല്ലോം തരണേ. ആരായാലും വല്ലോം തരണേ അമ്മ. അമ്മ ഇവിടെ ഇല്ല. അമ്മ മരിച്ചോട്ട് 1 വർഷമായി. അല്ല ചേട്ടൻ തന്നാലും മതി. പിന്നെ അമ്മ എല്ലാം തരണോന്ന് പറഞ്ഞു. അത് പിന്നെ നമ്മളെ പിച്ചക്കാരുടെ യൂണിയനിലുള്ള ഒരു നിയമമാണ്. ഏത് വീട്ടിൽ പോയാലും അമ്മ വല്ലോം തരണേ അമ്മ എന്ന് പറയണം. മനസ്സിലായോ? എന്റെ ഈ പൈസ ഒന്നും ഇല്ല. എന്റെ പൊന്ന് സാറേ, അങ്ങനെ പറയല്. 3 ദിവസമായി വായിക്ക് രുചിയുള്ള നല്ല കുഴിമന്തി കഴിച്ചിട്ട്. അല്ല, വായിക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിച്ചിട്ട്. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ കണ്ടു പരിചയം വഴിയില്ല. കണ്ടിട്ടുണ്ടെന്ന്. എന്നെ കണ്ടു പരിചയം വരെ വഴിയില്ലെന്ന്. ഒരു മിനിറ്റ്, ഇത് താനല്ലേ? ഇത് ഞാനല്ലേ? എന്നാ ഇത് താനല്ല, ഇതെന്റെ ഭാര്യയുടെ അച്ഛൻ, അതായത് എന്റെ അമ്മായി അച്ഛൻ. പുള്ളി പണ്ട് നാടൻ വിട്ടു പോയതാ ഈ സ്വർണത്തിന്റെ പേരും പറഞ്ഞ്. അറിയാവോ? എനിക്കറിയത്തില്ല. തന്നെ കാണാൻ അയാളെ കൂട്ടുണ്ട്. ശരിയാണ്, ഞാനും വിചാരിച്ചത് ഞാനാണ്. എന്റെ ദൈവമേ, അവളാ പ്രാർത്ഥിച്ചതെങ്കിലും എനിക്കാണല്ലോ ഇങ്ങനെ കൊണ്ട് തന്നത്. ഇന്ന് ഞാനൊരു പൊളി വിളിക്കും. അല്ല, തന്റെ പേരെന്തോ? എന്റെ പേര് മണിയൻ. തനിക്ക് അഭിനയിക്കാൻ അറിയാവോ? സാറ് സംവിധായകനാണല്ലേ? നമ്മള് ചിലപ്പോ കുടുംബത്തിലൊക്കെ സംവിധാനം ചെയ്യണമല്ലോ. അതെ. ഞാൻ പറയുന്ന ഒരു കഥാപാത്രം തനിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ ചെയ്യാം. ശരിയാവോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ ചെയ്യാം. എന്റെ അമ്മായി അച്ഛനായിട്ടൊന്ന് അഭിനയിക്കണം. ഓക്കേ. ബൈ ദ വേ, കാരവാൻ എവിടെയാണാവോ? കാരവാനാ? എടാ വെണ്ടത്തലയാ, സിനിമയിലല്ല. എന്റെ ജീവിതത്തിൽ നീ എന്റെ അമ്മായി അച്ഛനായിട്ടൊന്ന് അഭിനയിക്കണം. അതിനിപ്പോ എന്താ അഭിനയിക്കാം, പക്ഷേ റെസൊല്യൂഷൻ എന്തെങ്കിലും കിട്ടുമോ? കാശ് എന്തെങ്കിലും തരുവാന്ന്? കാശൊന്നും ഇല്ല, പിന്നെ 3-4 മാസം കൂടെ തിന്നും കുടിച്ചൊക്കെ കിടക്കാം. പിന്നെ ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. തന്റെ പേരെന്തുവാ? എന്റെ പേരാ മണിയൻ. മണിയനല്ല, താനിന്ന് മുതൽ ഓമനക്കുട്ടൻ. ഭാര്യയുടെ പേര് ശാന്തമ്മ, എന്റെ ഭാര്യയുടെ പേര് കനകമ്മ, ഞാൻ രാജമ്മ. രാജേഷ്. ഓക്കെ ഓക്കെ. താനൊരു കാര്യം ചെയ്യ്, അങ്ങോട്ട് മാറി നിൽക്കേ, ഞാൻ അവളെ വിളിക്കാം. മനസ്സിലായല്ലോ? അങ്ങോട്ട് ചൊല്ലി ചെല്ലി. എടീ, ഇങ്ങോട്ട് വന്നേ. എന്ത് മനുഷ്യ നിങ്ങൾക്ക്? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? എടീ, നമ്മൾ ഒരുമിച്ച് ജീവിക്കാതെ കാരണം എന്തുവാ? നിന്റെ അച്ഛനെ കാണുന്നില്ലല്ലേ? നമ്മുടെ അച്ഛനെ കാണാതെ പോയി അന്ന് തൊട്ട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയതാ. ഇന്ന് കിട്ടി നിന്റെ അച്ഛനെ. നിന്റെ അച്ഛനെ കിട്ടിയോ? വെളിയിൽ നിപ്പോട്ടെ. എന്റെ അച്ഛൻ എവിടെ? മ്യൂസിക് പ്ലീസ്. മ്യൂസിക് എന്തിന്? അല്ല, പുതിയൊരു കഥാപാത്രം വരികയല്ലേ, എൻട്രി പഞ്ചൊക്കെ വേണ്ട, അതുകൊണ്ട് പറഞ്ഞതാ. എല്ലാം മറക്കുവാൻ നീ പഠിച്ചു, മറന്നു. ശിവനെ, ഇത് ഏത് പൊഹക്കൊഴില് വേണ പേർഷ്യൻ പൂച്ച? ഇങ്ങോട്ട് വന്നേ. പട്ടി, നിന്റെ അടുത്ത് ഞാൻ എന്തോടാ പറഞ്ഞേ? ആക്ഷൻ വേണ്ട,
ഒള്ളി ഡയലോഗ് ഡെലിവറി മാത്രം, മനസ്സിലായില്ല? കൈന്നിട്ട് കളിച്ചോളാൻ പറഞ്ഞത്. കൈന്നിട്ട് കളിക്കുന്നതൊക്കെ കൊള്ളാം. ഓവർ ആക്ഷൻ എടുത്ത് തന്നെ അവള് അയ്യോന്ന് പറഞ്ഞ തരും. ഞാൻ പറഞ്ഞേക്കാം, സത്യം വല്ല പറഞ്ഞേ. ശരി ശരി. അച്ഛാ, അച്ഛ ഇത്ര കാലം എവിടെ ആയിരുന്നു അച്ഛാ? ഞാൻ എന്റെ ഭാര്യയെയും 3 പിള്ളേരെയൊക്കെ കൊണ്ട് റെയിൽവേ പാളത്തിൽ. നീ അവിടെ ഒരു നിമിഷം നെട്ടി അങ്ങ് നിക്ക്, ഞാനിപ്പോ വരാം. ഇവിടെ എന്തുവാണ് ഈ പറയുന്നത്? നീ ആരാ? പിച്ചക്കാരൻ മണിയേ. എന്റെ പൊന്നടാവേ, ഓവനെ കുട്ടേ. ആ, ഞാൻ പറയും പോലെ ഓവനെ കിട്ടിയെന്നല്ലേ, മറന്നു. അച്ഛാ, അച്ഛനൊരു കാര്യം അറിയാമോ? അച്ഛൻ പോയതിനു ശേഷം ഞാൻ ജലപാനം പോലും കഴിച്ചിട്ടില്ല. അത് കണ്ടാലും പറയും കേട്ടോ. അച്ഛാ, അച്ഛന്റെ കനകം. എന്തുവാണ് ഇത്? മോള് പോലീസിനെ വല്ലതും വിളിച്ചോണ്ട് വരുമോ? പോലീസിനെ വിളിക്കത്തില്ല, എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ വല്ലതും എടുക്കാൻ പോയതായിരിക്കാം. എനിക്ക് പേടിയാവണം, ഇനി പോലീസിനെ വല്ലതും വിളിച്ചോണ്ട് വന്ന പ്രശ്നമാവൂലേ? വിളിക്കത്തില്ലെന്ന് താണ്ട വരുന്ന എന്താണ്ട് കൊണ്ട് ഞങ്ങൾ മാറിയിക്കാം. അച്ഛാ, അച്ഛ എന്റെ കല്യാണത്തിന്റെ അന്ന് തന്നെ എന്തിന്റെ പേരിലാണ് നാട് വിട്ടതൊക്കെ എനിക്കറിയാം. ഈ ശ്രീധരൻ എന്ന സ്വർണത്തിന്റെ പേരിലല്ലേ? അതെ. അച്ഛ ഇതെടുത്തോ. അതെ, ഞാനിത് അച്ഛന് കൊടുക്കാൻ പോവാ. അത് വേണോന്ന് ആലോചിച്ചിട്ട് പോരെ. അത് മതി. മോളതിങ്ങ എടുക്കും മക്കളെ. അത് വേണമായിരുന്നു. നിങ്ങൾക്ക് ഞാനാണോ വലുത് അതോ സ്വർണ്ണമാണോ വലുത്? മക്കളെ, ഞാൻ ഇത് കൊണ്ട് ആ ജ്വല്ലറിക്കാരന് കൊടുത്തിട്ട് വരാം കേട്ടാ. ഞാനും വരാം ചാച്ചന്റെ കൂടെ. മോൻ വരണ്ട. എന്റെ മക്കൾ ആരും മുന്നിൽ തല ഉരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ സ്വർണം കൊണ്ട് ആ ജ്വല്ലറിക്കാരന്റെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് വരാം മക്കളെ. അത് വേണോ അച്ഛാ? അത് മതി അച്ഛാ, അത് മതി. അത് വേണ്ട അച്ഛാ. എവനെ കയറി അച്ഛാന്നും വിളിച്ച് സ്വർണത്തിന്റെ കാര്യം വന്നപ്പോ നിങ്ങൾ എന്റെ അച്ഛൻ്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞല്ലേ? അച്ഛനല്ല. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ എന്റെ അച്ഛൻ്റെ കൂടെ പോവാ. അച്ഛാ, ഈ കൂവക്കിഴങ്ങിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. മക്കൾ എടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല, എടുക്കേണ്ടതൊക്കെ മക്കൾ എന്നെ കൊണ്ട് തന്നു. അതെ മോനെ, മക്കളെ കഷ്ടപ്പെട്ട് കെട്ടിച്ചയക്കുന്ന ഏതൊരു അച്ഛനും പിച്ചക്കാരനാണ് മോനെ. നാടകം കളിക്കുന്ന തെരുവ് നാടകം. വീട്ടിൽ നിന്ന് അതൊന്നും നടക്കത്തില്ല. ഞാൻ എന്റെ അച്ഛനോടെ പോവാ. നമ്മളെ ചതിച്ച്, അയാൾ നമ്മളെ ചതിച്ച്. പോലീസിനെ വിളിക്കണ്ട. ഞാനും അപ്പ അതിന്റെ അകത്ത് ജയിലിൽ കിടക്കും. ഞാനും എന്റെ വീട്ടിലുണ്ട്. നീ എന്നോട് ക്ഷമിച്ചാ മതി. ഞാൻ എത്ര ശൂലം വേണേലും കൊത്താം. ഇപ്പൊ ഞാൻ എന്തോ എന്റെ താടിയില്ലാതെ ഞാൻ എങ്ങനെ തണ്ടു? കണ്ടേ, ഇതും പറ്റോണ്ട് എവിടെങ്കിലും പോയി പിച്ചെടുത്ത് ജീവിക്കണം. ഇതാണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. ഒരു നല്ല ഗൈഡ് വരട്ടെ. തുടക്കം നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങളുടെ ആ ഇൻട്രോ കണ്ടപ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു അങ്ങോട്ട്. അതിനെ ഫോളോ ചെയ്ത് ബാക്കി എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ എന്തോ നിങ്ങൾക്ക് അങ്ങോട്ട് ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റിയില്ല. അത്യാവശ്യം ചിരിക്കാനുള്ള ഘടകങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്തോ ചില സ്ഥലങ്ങളിൽ നമുക്കൊരു ഡള്ളായിട്ട് ഫീൽ ചെയ്തു. അതൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. അത് ശ്രദ്ധിച്ച് അടുത്ത പ്രാവശ്യം നല്ല ഗംഭീരമായിട്ട് 3 പേരും വരണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ, സൈന്ധവേ, ദേവി, അനിരുദ്ധ്, എന്തോ പറ്റിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ നന്നായിട്ടൊക്കെ കളിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കോമഡി ഉണ്ടായിരുന്നില്ല. കോമഡി വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നസീർക്ക് പറഞ്ഞിട്ട് ആദ്യമൊക്കെ ദേവിയുടെ ഒക്കെ വരവ് കണ്ടപ്പോൾ, ഗെറ്റപ്പ് കണ്ടപ്പോൾ നമ്മൾ സാധാരണ ഒരു മനുഷ്യ ദൈവം വരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. ആകെ എനിക്ക് തോന്നിയത് കൃഷ്ണൻ വെണ്ണ കട്ട് തിന്നുന്ന ആ ഒരു സംഭവം. കാരണം അതിങ്ങനെ ഓവർ ഭക്തി കയറി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്ന വീട്ടുകാരും ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. കാരണം അവർ ഒരിക്കലും സത്യം പറയൂല. അത് സൈന്ധവ് പറഞ്ഞ പോലെ തന്നെ സ്ഥലമില്ലാണ്ട് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൻ്റെ അടിയിൽ വെച്ചാണ്. അതേപോലത്തെ കുറേ ഹ്യൂമറുകൾ ഉണ്ടായിരുന്നെങ്കിലൊക്കെ നന്നായേനെ. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സും ഈ പറഞ്ഞ പോലെ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന ഒരു സാധനം വരുന്നത്. അതെ, സൈന്ധവ് തന്നെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ച് നമുക്ക് അടിക്കുന്ന ഒരു സാധനം വരുന്നത് നന്നായിട്ടൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളിങ്ങനെ പറയിപ്പിക്കാൻ പാടില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം തൊട്ട് കിഡിലായിരിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ, ഇവർ പറഞ്ഞ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ കുട്ടികളാണെങ്കിലും ഇതുവരെ നിങ്ങളുടെ സ്കിറ്റുകളിൽ ഒരു കുട്ടിക്കളി കണ്ടിട്ടില്ല. പക്ഷെ ഇന്നെന്തോ ഇച്ചിരി കുട്ടിക്കളി പോലെ ആയിപ്പോയി. എപ്പോഴും നമ്മൾ ഓരോ സ്കിറ്റുകൾ ചെയ്യുമ്പോഴും ഇത് ഞങ്ങളുടെ പുതിയ സ്കിറ്റാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വേണം കയറാൻ. അല്ലെങ്കിൽ കഴിഞ്ഞ സ്കിറ്റ് ഞങ്ങൾ അങ്ങ് ഗംഭീരമാക്കിയതപ്പോൾ ഇനി ഓക്കെ, അങ്ങനെ ഒരിക്കലും ഒരു ഓവർ കോൺഫിഡൻസ് പാടില്ല. ഓരോ സ്കിറ്റ് ചെയ്യുമ്പോഴും ഇത് പുതിയ സ്കിറ്റാണ്, ഇത് ആദ്യത്തെ സ്കിറ്റാണ്, അതിന്
അതിൻ്റെ സീരിയസ്നെസ് വേണം ചെയ്യാനായിട്ട്. ഓട്ടെ, ഇന്ന് കളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കുട്ടിക്കളി പോലെയൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്തു. നന്നായിട്ട് റിഹേഴ്സൽ ചെയ്യുക. ഇനിയിപ്പം നല്ല പൊട്ടിച്ചിരികളും ചിരികളും ഒക്കെ ആയിട്ട് വരണം കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജോൻ ചേട്ടാ. നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടൻ മാർക്സ് വാങ്ങിക്കാം അല്ലേ? ഞാനേ മക്കളെ വേറെ ഒന്നും വിചാരിക്കരുത്. 1500 രൂപ തരാനേ ഉള്ളൂ. അല്ലെങ്കിൽ കമ്പനി എൻ്റെ നിന്ന് പിടിക്കും. എൻ്റെ ബാലൻസ് പിടിക്കാറ് 1500 രൂപ. 1500 രൂപ. ഞാൻ ഇവർക്കൊരു 2000 രൂപ. അപ്പോൾ ടോട്ടൽ 3500 രൂപയായി. നസീർക്ക ടോട്ടൽ എമൗണ്ട് 10000 രൂപ. ഇത് പ്രാവശ്യത്തേക്ക് എങ്ങോട്ട് പോട്ടെ. അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കണം. ഓക്കെ, ടാറ്റാ, ബൈ. അങ്ങനെ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ചിരിച്ചു. എല്ലാരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി. നമ്മുടെ പിന്നെ പതിവ് പോലെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാറുള്ള അച്ഛൻ ഇത്തവണ പെരുമ്പാവൂർ പട്ടാളം എന്ന് പറഞ്ഞ സ്ഥലത്തെ മിത്രകല ലൈബ്രറിയിലെ മെമ്പേഴ്സുമായിട്ടാണ് വന്നത്. ഒത്തിരി 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 സന്തോഷം. ഉഷാറായിരുന്നു. നമുക്കിനി നന്നായിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് അടുത്ത ദിവസം ഇതിൽ ഉഷാറായിട്ട് ചിരിക്കാൻ വരാം. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.